കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 3-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS എക്സാം ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ? ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ കളേഴ്സ് ആൻഡ് ഡിസൈൻ. ബട്ടർഫ്ലൈസ് അവർ പല കളറിലും പല ഡിസൈനിലും ഉണ്ട് അല്ലേ? ഹിയർ ഈസ് ആൻ ഔട്ട്ലൈൻ ഓഫ് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ ഉണ്ട്. കളർ ഇറ്റ്. നല്ലതുപോലെ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. അതായിരുന്നു എ പാർട്ട് ക്വസ്റ്റ്യൻ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ, ദ ബട്ടർഫ്ലൈസ് ഇൻ അവർ ലൊക്കാലിറ്റി ഹാവ് ഡിഫറെൻറ്റ് നെയിം. റൈറ്റ് ദ നെയിം ഓഫ് എ ബട്ടർഫ്ലൈ യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയുടെ പേര് എഴുതാനായിരുന്നു. എഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ. ഹാവൻ യു ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ? ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. അറിയാലോ? എഴുതിയില്ലേ? എഗ്, ലാർവ, പീപ്പ, ബട്ടർഫ്ലൈ എഴുതിയില്ലേ? യെസ്. ഡി ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ ബ്രോട്ട് സം plans to expand the butterfly park in the school. Help Mitra prepare the Harida card gathering information of ഇലമുളച്ചി and curry leaf plant. ഇലമുളച്ചിയുടെയും കറി ലീഫ് പ്ലാന്റിനെയും ഹരിത കാർഡ് നിർമ്മിക്കുക. കാറ്റഗറി ഏതാണ്? ഇലമുളച്ചിയുടെ കാറ്റഗറി ഏതാണ്? ഏത് പാർട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? അതിൻ്റെ ഈ ലീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? അതാണ് എഴുതാൻ. ഹാർഡ് സ്റ്റെം ആണോ? ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്? എഴുതാനുള്ളത്. രണ്ടാമത് കറി ലീഫ് പ്ലാൻ. അതിൻ്റെ കാറ്റഗറി ഏത് പാർട്ട് ആണ് പ്ലാൻ ചെയ്യുന്നത്? ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്, ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ മതി, ടീച്ചർ ആൻസേഴ്സ് അയച്ചു തരാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2, മൂവ്സ്. ഡ്രോ ലൈൻസ് ആൻഡ് കണക്ട് ദ ക്രീച്ചേഴ്സ് വിത്ത് ദെയർ വേസ് ഓഫ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റിലേക്ക് വരയ്ക്കുക. സ്നേക്ക്, ഫിഷ്, മാൻ, ക്രോ. വാക്ക്, ഫ്ലൈ, ക്രോൾ, സ്വിം. വാക്ക് നടക്കുക, ഫ്ലൈ പറക്കുക, ക്രോൾ ഇഴയുക, സ്വിം നീന്തുക. അപ്പോൾ സ്നേക്ക് ഏതാണ്? അറിയാം. ക്രോൾ. ഫിഷ്, സ്വിം. മാൻ, വാക്ക്. ക്രോ, ഫ്ലൈ. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ബിലോ. റൈറ്റ് ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ദ ഡക്ക് ആൻഡ് ദ ചൈൽഡ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, മനുഷ്യനാണ്. ഓക്കെ, ഇവിടെ ഒരു ഡക്ക് ഉണ്ട്. അവരുടെ ബോഡി ഫീച്ചേഴ്സ്. Observe the creatures given below. Identify and circle the odd one based on their movement. Movement അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഇതിൽ ഓഡ് വൺ ആയുള്ളതിനെ സർക്കിൾ ചെയ്യുക. ആൻറ്റ്, കൗ, എലിഫൻറ്റ്, ധാരാ, ക്രൊക്കഡൈൽ. ഓക്കെ, ഇതിൽ ആൻറ്റ് വാക്കിംഗ് ആണ്, കൗ വാക്കിംഗ് ആണ്, എലിഫൻറ്റ് വാക്കിംഗ് ആണ്, ക്രൊക്കഡൈൽ എന്താ? ക്രോളിംഗ് ആണ്. നിങ്ങളത് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ. ഒബ്സർവ് ദ പിക്ചർ. കണ്ടോ, എല്ലാവരും സന്തോഷത്തോടെ അവരവരുടെ കാര്യം നോക്കി നിൽക്കുകയാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ് ഫോർ അതർ ലിവിങ് ബീയിങ്സ്? പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ്. കാറ്റർപില്ലർ ഇല കഴിക്കുന്നു, സ്ക്യൂറൽ മാംഗോ കഴിക്കുന്നു, ബേർഡ്സ് മാംഗോ കഴിക്കുന്നു. ഇതാ നോക്കി, കാഫ് ആൻഡ് റാബിറ്റ് എന്ത് ചെയ്യുന്നു? ഇല കഴിക്കുന്നു. പ്ലാന്റ്സ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെ ടീച്ചർ പഠിപ്പിച്ചതാണ്. പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ് എഴുതിയല്ലോ, നിങ്ങൾ എഴുതിയിട്ടുണ്ട്. റീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ എക്സ്പ്ലെയിനിങ് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഫോർ ദിസ് ദേ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ പാർക്ക്. ഇത് ടീച്ചർ പഠിപ്പിച്ചതാണ്. ഒത്തിരി പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ദം കാറ്റഗറൈസ് ദീസ് പ്ലാന്റ്സ്. ഇതിനെന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്യണം. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനുള്ളതായിരുന്നു ബി ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 4, ലെറ്റ്സ് പ്ലാന്റ് ആൻഡ് ഗ്രോ. ഓരോ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. അതിൽ
ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ്, വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവ. സ്പ്രൗട്ടിംഗ് ഫ്രം ദ സ്റ്റെം, സ്റ്റെമ്മിൽ നിന്ന് മുളയ്ക്കുന്നവ. അപ്രൂട്ടിംഗ് ഫ്രം ദ ലീവ്സ്, ഇലയിൽ നിന്ന് മുളയ്ക്കുന്നവ. സ്പ്രൗട്ടിംഗ് ഫ്രം ദ റൂട്ട്സ്, വേരിൽ നിന്ന് മുളയ്ക്കുന്നവ. ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നത് ചെടിയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ്. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്, നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എഴുതുക. ഇതായിരുന്നു ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 5, which of the following showing the stages of the growth of a pea plant? Put a tick mark against the right one. Right one-ന് against ആയിട്ടുള്ള ഒന്നിന് എന്ത് ചെയ്യണം? ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ, ഇതൊരു പീ പ്ലാന്റിൻ്റെ സ്റ്റേജസ് ആണ്. പുട്ട് എ ടിക്ക് മാർക്ക് എഗൈൻസ്റ്റ് ദ റൈറ്റ് വൺ. ആക്ടിവിറ്റി 5, ഫെസ്റ്റിവൽ ഓഫ് ഫോറസ്റ്റ്. Food fest is going on in the forest. Mittu monkey prepared a list of food items eaten by different creatures. Look at the table. Creaturesum food itemsum. Bearinte food item, elephant, eagle, crow, tiger, deer. അവരുടെ ഫുഡ് ഐറ്റംസ് ആണ്. അല്ല ഹെർബിവോറസ്, കാർണിവോറസ്, ഒപ്നിവോറസ്. തരംതിരിച്ച് എഴുതുക. എഴുതിയല്ലോ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. And B question, Mittu and the team serve the food items in the counters based on the body features of the creatures. What are the body features which help the following creatures in gathering food? ടൈഗറിൻ്റെ ഫുഡ് എങ്ങനെയായിരുന്നു? ഈഗിളിൻ്റെ ഫുഡ് എങ്ങനെ? ഫുഡിൻ്റെ എങ്ങനെയാണ് ബോഡി ഫീച്ചേഴ്സ് എഴുതിയല്ലോ? പുട്ട് ക്രോസ് മാർക്ക് അഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ദ ഫ്രോഗ്. ഫ്രോഗിന് റിലേറ്റഡ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതിന് ടിക്ക് കൊടുക്കുക. ലീവ്സ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്, ഈറ്റ് സ്മോൾ ക്രീച്ചേഴ്സ്, cannot catch prey, stalking out of the sticky tongues, can swim and jump. Easy question ആയിരുന്നു. Activity 6, let's measure rain. Rain measure ചെയ്യുക. Is the amount of rainfall is the surroundings of school and house the same? സ്കൂളിലും വീട്ടിലും മഴ പെയ്തതിൻ്റെ അളവ് ഒരുപോലെയാണോ? Nina and her friends are making a rain gauge to measure rainfall. Which material are to be selected from those given below to make a rain gauge? ഇതിൽ ഏതാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? Which among these materials are needed to make a rain gauge? Write them below. എന്ത് ചെയ്യുക? മഴ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച ഉപകരണം ഏതാണെന്ന് എഴുതുക. Okay children, bye bye. Thank you. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.